നമസ്കാരം, ഞാൻ സുമേഷ് പിലാക്കൽ. ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിൽ നിന്ന് ദമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ഗുജറാത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ദമാൻ. ഗുജറാത്തിൽ നിന്ന് ദമാനിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗേറ്റാണ് കേട്ടോ അത്. ഇവിടെയാണ് ചെക്കിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗുജറാത്തിലാണ്. ഇനി നമ്മൾ നേരെ ദമാനിലേക്ക് കടക്കുകയാണ്. ദമാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനങ്ങൾക്കും ടാക്സ് ഇല്ല കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഉള്ള പോലുള്ള ടാക്സ് ഇല്ല. അറിയാമല്ലോ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ടാക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം പെട്രോൾ ബങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ തന്നെ ഈ സൈഡിൽ കൂടി ഉണ്ടാവും. പിന്നെ മദ്യ ഷോപ്പ് കാര്യങ്ങൾ അതൊക്കെ വേറെ. നമ്മുടെ ഇന്നത്തെ യാത്ര മെയിനായിട്ട് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ളൂ വളരെ ഫേമസ് ആയിട്ടുള്ള വീരാസ് ധാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഞ്ചാബി ധാബയുണ്ട്. മറ്റു ധാബകളിൽ നിന്നും ഈ ധാബയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അകത്തും പുറത്തും ഒരുപാട് അതിശയങ്ങൾ നിറഞ്ഞുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ധാബ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. അവിടുത്തെ കുറേ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പൂർണ്ണമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ദമാൻ ഫോർട്ട്. ഇതിന് നാനി ഫോർട്ട് എന്നൊരു പേരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു ഫോർട്ട് ഉണ്ട്, മോട്ടി ഫോർട്ട് എന്ന് പറയുന്നത്. നാനി എന്ന് പറഞ്ഞാൽ ചെറുതും മോട്ടി എന്ന് പറഞ്ഞാൽ വലുതും ആണ് അർത്ഥമാക്കുന്നത്. പണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയെ കോളനിവൽക്കരിച്ച സമയത്ത് അവർ നിർമ്മിച്ചിട്ടുള്ള കോട്ടയാണ് കേട്ടോ. ഇപ്പോഴും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നാശവും സംഭവിക്കാതെ തന്നെ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കോട്ട ഭയങ്കര ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ ഈ ദമാൻ ഫോർട്ടിൻ്റെ ദൂരം എന്നുള്ള കാഴ്ച. നമ്മൾ കുറച്ചും കൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വീരാസ് ധാബ എത്താണ്. ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഈ വീരാസ് ധാബയുടെ നേരെ മുൻപിലായിട്ട് ഒരു പഞ്ചാബി രാജാവ് കുതിരപ്പുറത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ധാബയുടെ അകത്തോട്ടാണ് കേട്ടോ. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് പഞ്ചാബി വേഷം ഇട്ടിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനെയാണ്. ചുമരിലൊക്കെ നല്ല അടിപൊളി നാടൻ കണ്ണ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള പഞ്ചാബി വേഷവും വടിയും എല്ലാമായിട്ടാണ് കേട്ടോ സെക്യൂരിറ്റി നിൽക്കുന്നത്. അതന്നെ കാണാൻ നല്ലൊരു രസമാണ്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ഒരു പഞ്ചാബി രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ ദർബാർ ഹാളിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പഞ്ചാബി മഹാരാജാവായിട്ടുള്ള രഞ്ജിത് സിംഗിൻ്റെ ഒരു സിംഹാസനത്തിലിരിക്കുന്ന പൂർണ്ണകായ പ്രതിമ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും മന്ത്രിമാരിയ്ക്കുന്ന പോലെ നമുക്കും ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സിംഗ് വംശരുടെ ശൗര്യം വീര്യം എല്ലാം വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട വലിയ ഉദ്യോഗസ്ഥരുടെ ഫോട്ടോസ് ഇവിടെ ചുമരിൽ വെച്ചിട്ടുണ്ട്. സിംഗ് വംശത്തിലെ അവസാന ചക്രവർത്തിയായിട്ടുള്ള മഹാരാജ ദുലീപ് സിംഗിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പണ്ട് രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഭടന്മാരുടെയും സേവകന്മാരുടെയും എന്ന് വേണ്ട ഒരു രാജസദസ്സ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരു രാജസദസ്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഇതിനകത്തോട്ട് കയറി പോകാം കേട്ടോ. ഇത് ഇവിടുത്തെ ഗസ്റ്റിന്റെ റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അകത്ത് ഫുൾ തിരക്കാണ്. അപ്പം ഇവിടുന്ന് ടോക്കൺ വെച്ചിട്ടാണ് ആളുകളെ അകത്തോട്ട് വിളിക്കുന്നത്. കുട്ടികൾക്കും കസ്റ്റമേഴ്സിനും ഒക്കെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രതിമകളും കളിപ്പാട്ടങ്ങളും എല്ലാം തന്നെ ഈ ഏരിയ കൂടി ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിന്റെ അകത്ത് കയറിയപ്പോൾ നമ്മൾ ശരിക്കും അതിശയിച്ചു പോട്ടോ. കാരണം വെച്ചാൽ ഇത് റെസ്റ്റോറൻ്റ് ആണോ അതോ കല്യാണ മണ്ഡപമാണോ നമ്മൾ ചിന്തിച്ചു. അത്രയ്ക്ക് വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടത്. ഫുൾ ടേബിളും എപ്പോഴും ഫുല്ലായിരിക്കും. ഇത്രയും തിരക്കാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലാണ് കേട്ടോ ഇവിടെ ഭക്ഷണം വിളമ്പുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടെ ആളുകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വന്നിട്ട് സംസാരിക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ മറ്റ് സൈഡിൽ കൂടെയും ഇതുപോലുള്ള ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഈ ഭാഗത്തായിട്ട് പണ്ടത്തെ കാളവണ്ടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈക്കിൾ റിക്ഷ, അതായത് പണ്ട് കാലങ്ങളിൽ ഏറെക്കുറെ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ സൈക്കിൾ റിക്ഷകളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ വ്യത്യസ്ത കളറുകളൊക്കെ അടിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് കാലത്തുള്ള ഒരു കാളവണ്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കാളവണ്ടിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നല്ല ചക്രമൊക്കെ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. മുറാപോത്തിന്റെ ഒരു സ്കൾപ്ചറാണ് കേട്ടോ. എരുമയാണ് കേട്ടോ. അതിന്റെ താഴെ ഒരു കർഷകൻ ഇരുന്ന് കറക്കുന്നതിന്റെ ഒരു സ്കൾപ്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ ആളുകൾ കുട്ടികളൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചാബ് ശൈലിയിലുള്ള വീടുകളുടെ നിർമ്മാണ രീതികൾ, വീടിന്റെ മുന്നിലെ വാതിലുകൾ, ചുമരുകൾ, തോടുകളിൽ നിന്നും പാടത്തേക്ക് വെള്ളം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജലചക്രങ്ങൾ, അങ്ങനെ ധാരാളം വ്യത്യസ്തമായ കാഴ്ചകൾ ഈ ഒരു ധാബയിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ വന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ബുക്കിംഗ് ചെയ്തിട്ടുള്ള ആ ടേബിള് കാലിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അക്ഷമരായിട്ട് ഇങ്ങനെ
ഇങ്ങനെ നടക്കണം കേട്ടോ അതിനകത്തൂടെ. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂറിൽ കൂടുതൽ സമയമൊന്നും ഒരു മലയാളികളെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ വിവരണങ്ങളും കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അവസ്ഥയും വിശപ്പിൻ്റെ വിളിയും കാരണം നമുക്കതിന് പറ്റിയില്ല. അപ്പോൾ എന്തായാലും വിരാർ ധാബയ്ക്ക് അകത്തുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു, മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലാക്കൽ. ഓക്കെ, ബൈ.